ഹലോ മൈ ഗൈസ്, വെൽക്കം ടു ബ്യൂട്ടിഫുൾ ഡേ. ബ്യൂട്ടിഫുൾ ആയിട്ട് ഫാമിലി മെമ്പേഴ്സ് കുറേ കാലമായിട്ട് വേണം ട്രിപ്പ് പോകണം. അപ്പോൾ ഞാൻ തന്നെ മുൻകൈ എടുത്ത് കോർഡിനേറ്റ് ചെയ്ത് എല്ലാവരും ഒരു ബസ്സിലിട്ട് പോകുന്നത്. ഇനി ഏത് മൂട് ട്രിപ്പ് മൂട് വേറെ കിട്ടില്ല, നമ്മുടെ സ്വന്തം ഊട്ടിക്ക് തന്നെ. ലെവൻ പാടുന്നു, നീ പാടുപെടും. ആദ്യത്തെ സൂയിസൈഡ് പോയിന്റിലേക്കാണ്. ഇനി കോർഡിനേറ്റർ അയച്ചിട്ട് എല്ലാവർക്കും നിർദ്ദേശങ്ങൾ കൊടുക്കട്ടെ. ഒരു ആത്മഹത്യ ചെയ്യരുത്, സൂയിസൈഡ് ചെയ്യരുത്. സൂയിസൈഡ് പോയിന്റ് പേരുണ്ടെങ്കിൽ ആരും സൂയിസൈഡ് ചെയ്യരുത്. ഓയ് സൂയിസൈഡ് പോയിന്റ് ഏറ്റവും മുകളിലെത്തി മട്ടും ഭാവം കണ്ടിട്ട് ഒരു പന്തികോട് തോന്നുന്നു. എന്തോ വരാൻ പോകുന്നു എന്റെ മനസ്സ് പറയുന്നു. കോടമഞ്ഞ് നോഹു. അപ്പോൾ കോടമഞ്ഞ് ആസ്വദിച്ച് കഴിഞ്ഞ് നമ്മൾ നേരത്തെ ഷൂട്ടിംഗ് സ്പോട്ടിലേക്ക് കഴിഞ്ഞാൽ അവിടെയുള്ള കലാപരിപാടികൾ കണ്ടിട്ട് വരും. വീണതല്ല, സാഷ്ടാംഗം പ്രണമിച്ചതാ. അവിടുത്തെ ഓട്ടം ചാട്ടും കാര്യങ്ങൾ കഴിഞ്ഞപ്പോൾ നമുക്ക് ഉച്ച നേരമായി, ലഞ്ചിന് നേരമായി. അപ്പോൾ നാട്ടിൽ നിന്ന് നല്ല അടിപൊളി ബിരിയാണി വെച്ചുകൊണ്ടിരുന്നു. അത് കഴിച്ചുകൊണ്ട് അടുത്ത പരിപാടിക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആ അബദ്ധം മനസ്സിലായത്. അബദ്ധമല്ല, തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ ചതി, കൊടും ചതി. പൗതിക്ക് വെച്ച് പോലീസ് കൈയാട്ടി. എന്നിട്ട് പറഞ്ഞു ഇവിടെ വണ്ടി നിർത്തണം, എന്നിട്ട് ടൗണിലേക്ക് ഞങ്ങളുടെ ബസ് KSRTC ഉപയോഗിക്കണം, കാരണം അവിടെ ടൗണിലുള്ള തിരക്ക് കുറക്കാനത്രേ. ഇതെന്ത് ചെറ്റത്തര പരിപാടിയാണ് തമിഴ്നാട് സർക്കാരെ. അതും ഫ്രീ അല്ല, ഒരാൾക്ക് 20 രൂപ വെച്ച് ഒരു സൈഡ് മാത്രം. ഈ നിയമം തമിഴ് പത്രത്തിലുണ്ടത്രേ. നമുക്കതെല്ലാം പണിയാവ് വായിച്ചു തീർക്കണം. ഏതായാലും ടോപ്പ് അയക്കണം. ടൂറിസ്റ്റ് ബസ്സിൽ ഊട്ടിലേക്ക് വരുന്നവർ ശ്രദ്ധിക്കുക. അവരുടെ ബസ്സിൽ വന്നത് ബൊട്ടാണിക്കൽ ഗാർഡനിലേക്കായിരുന്നു. അവിടെ ഫുൾ കേരളം മൊത്തം ഉണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് വേറെ ഏതോ ആദ്യമൊക്കെ തിരണം പോലെ ബസ്സിനെ ഉപയോഗിക്കണം എന്നുകൊണ്ട് നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് വന്നു. അപ്പോൾ ഓക്കെ, ബൈ.